ഹായ്, രാഹുൽ. ഹലോ സാർ, സന്തോഷം കണ്ടതിൽ. രാഹുൽ കൃഷ്ണൻ. രാഹുൽ കൃഷ്ണൻ. ആ, മ്യൂസിക്കിന്റെ കാര്യത്തിൽ വലിയൊരു കൃഷ്ണനായിരിക്കും. കൃഷ്ണനല്ല, എനിക്ക് സത്യത്തില് കൃഷ്ണന്റെ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. അതല്ല ഞാൻ ചോദിച്ചത്. നന്നായിട്ട് വായിക്കുമായിരുന്നല്ലോ ഓടക്കുഴലിന്റെ നമ്മുടെ അങ്ങനെ ആദ്യത്തെ. ആ സൈഡ് ഉണ്ട്. ഓക്കെ. ഞാൻ വെച്ച് കൃഷ്ണന്റെ സ്വഭാവമാണ് ഉദ്ദേശിച്ചത്. ഏയ് ഇല്ലാണ്ട ഭയപ്പെട്ടു. അപ്പൊ തന്നെ എന്തോ ഒളിക്കാനുണ്ടല്ലേ? ഇല്ല, അതെല്ലാരും ചോദിക്കും ആ, രാഹുൽ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് എന്നുള്ളതുണ്ട്. പക്ഷെ അതില് കാര്യമൊന്നുമില്ല. ഭയങ്കര രസമുള്ള കോംപ്ലിമെന്റ് അല്ലേ കൃഷ്ണനായി കാണുക എന്നൊക്കെ പറയുന്നത്. അത് ക്യാരക്ടറിലും ഇല്ലല്ലോ. അതാണ് പ്രശ്നം. പ്രൊഫസർ എങ്ങനെയുണ്ട്? പ്രൊഫസർ ജീവിതം അത് പറയൂ. പ്രൊഫസർ ജീവിതം കൊള്ളാം. നമ്മൾ കുറേ നാൾ സ്റ്റുഡൻ്റ് ആയിരുന്നിട്ട് പിന്നീട് സുപ്രഭാതത്തിലാണ് പെട്ടെന്നാണ് ജോലി കാര്യങ്ങളൊക്കെ ആയത്. ഞാൻ MA കഴിഞ്ഞിരുന്ന ഒരു 3 മാസം സമയമൊക്കെ ആയപ്പോഴും ഇൻ്റർവ്യൂ വന്നു, അങ്ങനെ ജോലിക്ക് കയറി. ഓ, പിന്നീട് അങ്ങോട്ട് ഇപ്പം 2 വർഷമായിട്ട് വർക്ക് ചെയ്യണു. ഗുരുസ്ഥാനത്തെത്തുമ്പോൾ നമ്മൾ ഈ കണ്ണാടിയിൽ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ്. സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ മുമ്പിൽ കുറേ കുട്ടികൾ ഇരുന്ന് അപ്പോഴാണ് നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുന്നത്. ആദ്യമൊക്കെ ഭയങ്കര നമ്മളെ തന്നെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നതും. അപ്പം അങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറിയതിനു ശേഷം. അതെ, സ്വഭാവത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറിയതിനു ശേഷം. ഏത് കോളേജാണ്? സദനം കുമാരൻ കോളേജ് എന്നാണ് കോളേജിൻ്റെ പേര്. പത്രിപ്പാലയിലാണ് കോളേജ്. അത് എവിടെയാ കറക്റ്റ് സ്ഥലം? പ്രോപ്പർ പത്രിപ്പാല, പാലക്കാടാണ്. പാലക്കാട്. പത്രിപ്പാല. അത് അടിപൊളി. ഇവിടം വരെ എത്തിയത് എങ്ങനെയാ? +2 ഞാൻ സയൻസ് ഗ്രൂപ്പ് മാത്സ്. പാട്ടതിന് മുമ്പേ പഠിച്ചു തുടങ്ങിയില്ലേ? അതെ, പാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലി മൊത്തം മ്യൂസിഷ്യൻസ് ആണ്. അപ്പോൾ എൻ്റെ അപ്പൂപ്പൻ്റെ പേര് കൊല്ലം PG ഗോപിനാഥൻ നായർ എന്നാണ്. കൊല്ലത്താണ് എൻ്റെ നാട് ശരിക്കും. ഞങ്ങൾ അവിടെ നിന്ന് വിട്ടിട്ട് കുറേ കാലമായെങ്കിലും അതാണ് റൂട്ടല്ല അവിടെയാണ്. മ്യൂസിക് ഫാമിലി ആയിരുന്നു. അപ്പൂപ്പൻ പാട്ടുകാരനാണ്, അമ്മൂമ്മ പാട്ടുകാരിയാണ്. അമ്മൂമ്മയും പാടും. അമ്മൂമ്മ അവരെ ഒരുമിച്ച് പഠിച്ചത് തന്നെയാണ്. സ്വാതി കോളേജിൽ പഠിച്ചാണ് അന്നത്തെ കാലത്ത് പഠിച്ചത്. പിന്നെ എൻ്റെ മാമൻ, എൻ്റെ വല്യമ്മ, ഇവരെല്ലാം മ്യൂസിഷ്യൻസ് തന്നെയാണ്, അമ്മ ഒഴിച്ച്. അപ്പോൾ രാഹുലിനും അങ്ങനെ ആയേ പറ്റൂ. അതെ, ഞങ്ങൾ 5 കസിൻസ് ഉണ്ട്. അതിൽ മ്യൂസിക്കിലേക്ക് വന്നത് ഞാനേ ഉള്ളൂ. സയൻസ് +2 വരെ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ +2 കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് കുറേ ചിന്തകൾ മാറി. എനിക്ക് ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യണം, അങ്ങനത്തെ ട്രാവൽ ആൻഡ് ടൂറിസം അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. പിന്നെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് മ്യൂസിക്കും ആർട്ടിസ്റ്റുകളുടെ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിനോട് വല്ലാത്തൊരു, നമ്മുടെ ഉള്ളിൽ ആ ഒരു ടാലൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ മ്യൂസിക് എടുത്ത് ഇവിടെ ശങ്കര കോളേജിൽ കാലടിയിലാണ് പഠിച്ച ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്തു. എന്നിട്ട് ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ചേതനയിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ MA ചെമ്പൈ കോളേജിൽ. ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് ശരിക്കും പർപ്പസ്ഫുള്ളി ചെയ്തതാണല്ലേ? ആ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാന്നല്ല, പക്ഷേ നമ്മളിപ്പോൾ കർണാട്ടിക് എന്ന് പറയുമ്പം ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റൈലാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡും അറിഞ്ഞിരിക്കാനും നമുക്ക് നാളെ ഒരു സമയത്ത് യൂസ് വരാൻ വേണ്ടിയിട്ടും കൂടി അങ്ങനെ പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഗ്യാപ്പിൽ മറ്റേ കൊറോണ സമയമൊക്കെ ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് MA ചെയ്തു. അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കോളേജിലെ വേക്കൻസി വന്ന് അങ്ങനെ കയറി. ഇപ്പോൾ 2 വർഷമായിട്ട് സദനം കോളേജിൽ വർക്ക് ചെയ്യണം. ഒരു സബ് ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ ഓഡിയോ എഞ്ചിനീയറിംഗ് ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഏരിയയിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ നോളജ് കുറച്ച് കൂടുതലായിരിക്കും. ഒരുപക്ഷെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളിൽ കുറച്ചുകൂടെ ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ കഴിയില്ലേ ഇത്തരത്തിലുള്ള നോളജ്? തീർച്ചയായിട്ടും. ഞാൻ ഈ അവിടെ തന്നെ ഒരു ഫാദർ പോളുണ്ട്, അച്ഛൻ വോക്കലിസ്റ്റൊക്കെയാണ്. അപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ചേതനിൽ പഠിക്കുമ്പോൾ തന്നെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ അവർക്കൊരു കൺസേർട്ട് വരാണെങ്കിൽ അവിടെ നമ്മൾ കോളേജിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യും. നമ്മളൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അപ്പോൾ നമ്മൾ റെഗുലർ സ്റ്റഡീസ് പോലെയല്ല, കൂടുതൽ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. കുട്ടികളെ സ്റ്റേജിൽ കയറ്റുക, അതുപോലെ പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പരിപാടി നടത്തി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ, ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രോഗ്രാം വരുന്നത്, ഇപ്പോൾ മൈക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും, അപ്പോൾ ഞാൻ തന്നെയാണ് കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുട്ടികളൊന്ന് കൂടെ നിൽക്കും. അവർക്ക് നിന്നിട്ട് ആൺപിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അത് കണ്ടു പഠിക്കാൻ ഭയങ്കര ക്യൂരിയസ്. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കും നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യണമല്ലോ. നമ്മൾ പ്രൊഫഷണലി അങ്ങനെ അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കുക. അപ്പോൾ സ്ഥിരം റെഗുലർ ക്ലാസ്സിൽ നിന്നും കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാൻ പറ്റും നമുക്കങ്ങനെ ഒരു സ്കില്ലുണ്ടെങ്കിൽ. അങ്ങനെ ഇതിലേക്ക് വരുമ്പോൾ എന്താണ് അടുത്ത സ്വപ്നം ഈ ഷോയുമായിട്ട് ബന്ധപ്പെട്ട്? അതായത് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നത് ഒരു അധ്യാപകനാവുക എന്നുള്ളതല്ല, ഒരു പെർഫോമർ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ ക്യാരക്ടേഴ്സിൽ കുറേ
ഞാൻ ഭയങ്കര റിസർവ്ഡായിട്ട് ഞാൻ ഒറ്റ മോനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇൻട്രോവേർട്ട് സ്വഭാവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ചെറുപ്പം തൊട്ടേ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് മ്യൂസിക്കിന്. എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ കയറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. മ്യൂസിക്കിന് അതിപ്പോൾ ഇല്ല, കുറേ കുറഞ്ഞു. ഈ പറഞ്ഞ പോലെ കോളേജിലും പലരെയും അങ്ങനെ ഫേസ് വരെയല്ലേ. ഈ പറഞ്ഞ പോലെ +2 കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം വരുന്നത്. പക്ഷേ അതിനുശേഷം വന്ന പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങോട്ട് ഇടിച്ചു കയറി വരാൻ പറ്റിയില്ല കുറേയൊക്കെ. പിന്നീട് അങ്ങനെ പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി, പ്രോഗ്രാംസ് കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യലൊന്നും ഇല്ലായിരുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞ്, അതായത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം കോളേജിൽ കയറിയപ്പോഴത്തേക്കും 2 വർഷമായിട്ട് ഫുൾ നമ്മൾ ക്ലാസ് എടുക്കുക. വീട്ടിൽ ക്ലാസ്സുകളുണ്ട്, അവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് വീട്ടിൽ. അപ്പം വീട്ടിലെ ക്ലാസ്, കോളേജിലെ ക്ലാസ് ഇങ്ങനെ പോയി ഒരു 2 വർഷത്തോളം. അപ്പം അത്രയും കഴിഞ്ഞിട്ടാണ് ഞാനും തിരിച്ചറിയുന്നത്. കാരണം പാടിയിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ക്ലാസ് എടുക്കൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമാകുമ്പോൾ അത് ഭയങ്കര സ്ട്രെയിനാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ചൊരു സൈഡ് അങ്ങ് പോയി എന്നല്ല, പക്ഷെ ഞാൻ മറന്നുപോയി അങ്ങനെ കാര്യം. അങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരുന്ന കറക്റ്റ് സമയത്താണ് എനിക്ക് എന്താണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ഓഡിഷൻസിൻ്റെ ഇത് കാണുന്നത്. അങ്ങനെ കൊടുത്തു, നേരെ വന്നു, ഇവിടെ എത്തി. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതിലേക്ക് ഉള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, എത്തണം. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു.